പ്രിയമുള്ളവരെ, ഇന്നത്തെ ദിവസത്തെ പ്രചരണത്തിന്റെ സമാപനം ആദരണീയയായ പ്രിയങ്ക ഗാന്ധി നമ്മുടെ വൈത്തിരിയുടെ മണ്ണിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. വൈത്തിരിയുടെ മണ്ണിലേക്ക് കടന്നു വന്ന പ്രിയപ്പെട്ട പ്രിയങ്ക ഗാന്ധിയെ നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി ഈ മണ്ണിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്, അഭിവാദ്യം ചെയ്യുകയാണ്. കാലത്താരംഭിച്ച് 10,000-കണക്കിന് ആളുകളോട് സംവദിച്ചുകൊണ്ടാണ് അവർ ഈ മണ്ണിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. കക്ഷി രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി മുഴുവൻ ജനതയും ചേർത്ത് നിർത്തിയ ഇന്നത്തെ പര്യടനത്തിന്റെ മഹാപ്രയാണം ഇന്ന് വൈത്തിരിയിൽ സമാപനം കുറിക്കുകയാണ്. വൈത്തിരിയിലേക്ക് എത്തിയിരിക്കുന്ന പ്രിയങ്ക ഗാന്ധിയെ പഞ്ചായത്ത് UDF കമ്മിറ്റി ഹൃദ്യമായി സ്വീകരിക്കുകയാണ്. പ്രിയപ്പെട്ട ശ്രീ സലിം മേമന, പ്രിയപ്പെട്ട ശ്രീ സലിംക, പ്രിയപ്പെട്ട ശ്രീ ഫൈസൽ, ശ്രീ വർഗീസേട്ടൻ ഉൾപ്പെടെയുള്ള നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ, നമുക്ക് നേതൃത്വം കൊടുക്കാൻ രാഹുൽ ഗാന്ധിയുടെ പിന്തുടർച്ചക്കാരിയായി രാജ്യത്തിന്റെ അഭിമാന നക്ഷത്രമായ പ്രിയങ്ക ഗാന്ധി കടന്നു വന്നിരിക്കുകയാണ്. ഹർഷാരവത്തോടുകൂടി അവരെ നമുക്ക് സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കാം. ഐ റിക്വസ്റ്റ് പ്രിയങ്ക ജി ടു അഡ്രസ് ദ ഗാദറിംഗ്. My dearest sisters and brothers, എന്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, colleagues from the UDF on the stage, ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭാഗമായ എന്റെ സഹപ്രവർത്തകരെ, വേദിയിലുള്ള സഹപ്രവർത്തകരെ, I would like to welcome you here today and thank you very much for waiting for me until dark. നിങ്ങളെ എല്ലാവരെയും ഞാൻ ഇവിടെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ രാത്രിയാകുന്നത് വരെ നിങ്ങൾ എനിക്ക് വേണ്ടി കാത്തു നിന്നതിന് ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു. You have given me so much love. നിങ്ങൾ എനിക്ക് ഒരുപാട് സ്നേഹമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. Wherever I go, you are welcoming me, calling me into your homes, waiting for me with a flower or with a smile. ഞാൻ എവിടെ പോകുമ്പോഴും നിങ്ങൾ എന്നെ സ്നേഹത്തോടു കൂടി സ്വീകരിക്കുകയാണ്. നിങ്ങൾ എന്നെ നിങ്ങളുടെ വീടുകളിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. പൂക്കളുമായി നിങ്ങൾ എനിക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്. So you have already given me much more than I could ask for. ഞാൻ നിങ്ങളോട് ചോദിക്കാവുന്നതിനപ്പുറം നിങ്ങൾ ഇപ്പോൾ തന്നെ സ്നേഹം എനിക്ക് നൽകി കഴിഞ്ഞിരിക്കുന്നു. I said in my last meeting that there could be no greater honor or privilege for a human being than that when other people see them they smile. ശരിക്കും ഞാൻ കഴിഞ്ഞ മീറ്റിംഗിൽ പറഞ്ഞതുപോലെ നിങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്, നിങ്ങളെ കാണുമ്പോൾ മറ്റുള്ളവരുടെ മുഖത്ത് പുഞ്ചിരി വിടരുന്നെങ്കിൽ അതിലും വലിയ ഒരു ആദരവ് ഒരു മനുഷ്യന് കിട്ടാനില്ല. Or that wherever you go people welcome you with love and affection. അത് മാത്രമല്ല, നിങ്ങൾ എവിടെ പോയാലും സ്നേഹത്തോടു കൂടി ഇഷ്ടത്തോടു കൂടി ആളുകൾ നിങ്ങളെ സ്വീകരിക്കുകയാണ്. And you are the people of Wayanad. നിങ്ങൾ വയനാട്ടിലെ ജനങ്ങളാണ്. Very special people. നിങ്ങൾ വളരെ പ്രത്യേകതയുള്ള മനുഷ്യരാണ്. You have stood for what India stands for right from the beginning. തുടക്കം മുതൽ തന്നെ ഇന്ത്യ എന്ന രാജ്യം എന്തിനു വേണ്ടി നിലകൊണ്ടിരിക്കുന്നുണ്ടോ അതിനു വേണ്ടി നിലനിൽക്കുന്നവരാണ് വയനാട്ടിലെ ജനങ്ങൾ. Indigenous people of Wayanad fought for the freedom of India. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയവരാണ് വയനാട്ടിലെ തദ്ദേശീയരായ ജനങ്ങൾ. You had leaders like Payashi Rajaji. നിങ്ങളുടെ പഴശ്ശിരാജായെ പോലെയുള്ള നേതാക്കൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയവരാണ്. And even today you remain an example for the whole country. അതുമാത്രമല്ല, ഇന്നും ഇന്ത്യ മുഴുവനും ഒരു ഉദാഹരണമായിട്ടാണ് വയനാട്ടിലെ ജനങ്ങളായ നിങ്ങൾ ജീവിക്കുന്നത്. You have temples here, mosques, churches. നിങ്ങൾക്ക് ഇവിടെ അമ്പലങ്ങളുണ്ട്, പള്ളികളുണ്ട്, മോസ്കുകളുണ്ട്. In my meetings I see nuns, Catholic nuns standing next to, there you are, sisters, welcome sisters. I see sisters standing next to, look, the lady standing next to her is a Muslim lady and the lady standing next to her is a Hindu lady. എന്റെ യോഗങ്ങളിൽ ഞാൻ കാണാനുണ്ട്. And you are all sisters.
കന്യാസ്ത്രീകൾ ഇവിടെ കാത്തലിക് സിസ്റ്റേഴ്സ് ഉണ്ട്. അവിടെ സിസ്റ്റർ നിൽക്കുന്ന സിസ്റ്ററിന് ഞാൻ സ്വാഗതം പറയുകയാണ്. ആ സിസ്റ്ററിന്റെ അടുത്ത് നിൽക്കുന്നത് ഒരു മുസ്ലിം വനിതയാണ്, അതിന് തൊട്ടടുത്ത് നിൽക്കുന്നത് ഒരു ഹിന്ദു വനിതയാണ്. I can see your friends. എനിക്കറിയാം നിങ്ങൾ 3 പേര്, നിങ്ങൾ എല്ലാവരും സുഹൃത്തുക്കളാണെന്ന് എനിക്ക് കാണുമ്പോൾ മനസ്സിലാകും. And what better example can there be in our country today than you? ഇന്ന് നമ്മുടെ രാജ്യത്ത് നിങ്ങളല്ലാതെ നിങ്ങളെക്കാളും മികച്ച ഒരു ഉദാഹരണം ഇന്ത്യയിൽ നമുക്ക് ഇന്ന് കാണാനില്ല. The people of Wayanad who have understood the essence of our country. വയനാട്ടിലെ ജനങ്ങളായ നിങ്ങൾ ഇന്ത്യ എന്ന രാജ്യത്തിന്റെ കാതൽ എന്താണ്, സത്ത എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. Who have understood that our constitution says that everybody is equal. വയനാട്ടിലെ ജനങ്ങളായി നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് നമ്മുടെ ഭരണഘടന പറയുന്നത് എല്ലാ മനുഷ്യരും തുല്യരാണെന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. That it doesn't ask your religion or your caste. നിങ്ങളുടെ ഭരണഘടന ഒരിക്കലും നമ്മുടെ മതം ചോദിക്കുന്നില്ല, നമ്മുടെ ജാതി എന്താണെന്ന് ചോദിക്കുന്നില്ല. It doesn't ask what language you speak. നിങ്ങൾ ഏത് ഭാഷയാണ് സംസാരിക്കുന്നതെന്ന് അതൊരിക്കലും ചോദിക്കുന്നില്ല. If you are Indian, you are equal. ഇന്ത്യക്കാരാണെങ്കിൽ നിങ്ങൾ എല്ലാവരും തുല്യരാണ്. And if you are the public of this great country, നിങ്ങൾ ഈ രാജ്യത്തെ പൊതുജനങ്ങൾ, ഈ രാജ്യത്തെ ജനതയാണ് നിങ്ങളെങ്കിൽ, then you the people are more powerful than any leader that comes before you. നിങ്ങൾ ഇന്ത്യയിലെ ജനങ്ങളാണെങ്കിൽ നിങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളുടെ മുൻപിൽ വരുന്ന ഏത് നേതാവിനേക്കാളും ശക്തിയുള്ളവരാണ്. That is what our constitution gave you. അതാണ് നമ്മുടെ ഭരണഘടന നിങ്ങൾക്ക് നൽകിയത്. The power to write your own future. നിങ്ങളുടെ സ്വന്തം ഭാവി രചിക്കാനുള്ള അധികാരമാണ് ഭരണഘടന നിങ്ങൾക്ക് നൽകിയത്. The power to change things. കാര്യങ്ങൾ മാറ്റാനുള്ള ശക്തി അധികാരമാണ്. The power to choose your leaders. നിങ്ങളുടെ നേതാക്കളെ തിരഞ്ഞെടുക്കാനുള്ള അധികാരമാണ്. And choose your politics. നിങ്ങളുടെ രാഷ്ട്രീയം തിരഞ്ഞെടുക്കാനുള്ള അധികാരമാണ്. That is why I have so much respect for you. അതുകൊണ്ടാണ് എനിക്ക് നിങ്ങളോട് ഒരുപാട് ബഹുമാനമുള്ളത്. Because you have shown again and again that you stand for what is right. കാരണം നിങ്ങൾ വീണ്ടും വീണ്ടും സമൂഹത്തിന് കാണിച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങൾ എന്താണ് ശരിയായത് അതിനു വേണ്ടി നിൽക്കുന്നവരാണെന്ന്. Your tradition and culture has shown it. നിങ്ങളുടെ പാരമ്പര്യവും സംസ്കാരവും അത് കാണിച്ചു തന്നിട്ടുണ്ട്. And also you recognized that my brother was fighting for the truth when everybody else did not recognize it. അതുമാത്രമല്ല മറ്റാരും തിരിച്ചറിയാത്ത സമയത്ത് എൻ്റെ സഹോദരൻ സത്യത്തിന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുകയാണെന്ന് തിരിച്ചറിഞ്ഞവരാണ് ഇവിടുത്തെ ജനങ്ങൾ. A massive campaign was carried out. എൻ്റെ സഹോദരനെതിരെ ഒരു വലിയ പ്രചരണമാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. Money was put into it. Resources were put into it. The BJP, social media campaign to show my brother in a different light than the truth. ഒരുപാട് പൈസയും ഒരുപാട് വിഭവങ്ങളും BJP മാധ്യമങ്ങളിലൂടെ നവമാധ്യമങ്ങളിലൂടെ എൻ്റെ സഹോദരനെ കുറിച്ച് വ്യത്യസ്തമായ ഒരു ചിത്രം നൽകാൻ വേണ്ടി ഒരുപാട് പരിശ്രമിച്ചു. Many people turned their backs on him. ഒരുപാട് ആളുകൾ എൻ്റെ സഹോദരന് നേരെ പുറംതിരിഞ്ഞു നിന്നു. They didn't understand what he was fighting for. എൻ്റെ സഹോദരൻ എന്തിനു വേണ്ടിയാണ് പോരാടിക്കൊണ്ടിരുന്നതെന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. But you did. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കി എൻ്റെ സഹോദരൻ എന്തിനു വേണ്ടി പോരാടിയെന്ന്. You recognized the truth when you saw it. സത്യത്തെ കണ്ടപ്പോ നിങ്ങൾ തിരിച്ചറിഞ്ഞു, സത്യം എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞു. From your history you understood that those who fight for what is right, those who fight against divisive forces, those who fight against the forces of destruction are always attacked the most. നിങ്ങളുടെ ചരിത്രത്തിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കി ആരാണോ വിഭാഗീയത ശക്തികളെ എതിർക്കുന്നത്, ആരാണ് നശീകരണ ശക്തികളെ എതിർക്കുന്നത്, അവർ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെടുന്നവരാണെന്ന് നിങ്ങളുടെ ചരിത്രത്തിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കി. And I am so grateful to you that when he was fighting alone, you did not let him feel alone. ഞാൻ നിങ്ങളോട് വളരെയധികം നന്ദിയുള്ളതാണ്. കാരണം എൻ്റെ സഹോദരൻ ഒറ്റയ്ക്കൊരു പോരാട്ടം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഒറ്റയ്ക്കാണെന്ന് തോന്നാൻ നിങ്ങൾ ഇവിടുത്തെ ജനങ്ങൾ അദ്ദേഹത്തെ അനുവദിച്ചില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് കടപ്പെട്ടിട്ടുള്ളവളാണ്. So I owe you an immense debt of gratitude. ഞാൻ നിങ്ങളോട് അതുകൊണ്ട് വളരെ ആഴത്തിലുള്ള അപാരമായ നന്ദി എനിക്ക് നിങ്ങളോടുണ്ട്. And I don't think I'll ever be able to repay it. നിങ്ങളോടുള്ള നന്ദി, നിങ്ങൾ നൽകിയ സ്നേഹം എന്നും മുഴുവനായി തിരിച്ചു തരാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല.
For me, it is an honor to be standing here today. ഇന്ന് നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആദരവായി ഞാൻ കണക്കാക്കുകയാണ്. To represent you in Parliament will be a great privilege. നിങ്ങളെ ഇന്ത്യൻ പാർലമെന്റിൽ, വയനാട്ടിലെ ജനങ്ങളെ ഇന്ത്യൻ പാർലമെന്റിൽ പ്രതിനിധീകരിക്കുക എന്നത് എനിക്ക് കിട്ടുന്ന വലിയൊരു ഭാഗ്യമായി ഞാൻ കണക്കാക്കുന്നു. Now I have been moving around Wayanad for the last few days. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഞാൻ വയനാട്ടിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. And in one of my meetings today, somebody said, "Why aren't you asking for votes?" Somebody from the public said. ഇന്നത്തെ ഒരു മീറ്റിംഗിൽ എന്നോട് ഒരാൾ, ജനക്കൂട്ടത്തിന്റെ ഇടയിൽ വന്ന ഒരാൾ ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് വോട്ട് ചോദിക്കാത്തതെന്ന് എന്നോട് ചോദിക്കുകയായിരുന്നു. He said, "You should ask." എന്നോട് അദ്ദേഹം പറയായിരുന്നു, ശരിക്കും നിങ്ങൾ വോട്ട് ചോദിക്കണം. But I have to tell you that I don't feel comfortable asking. പക്ഷെ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ, എനിക്ക് നിങ്ങളോട് വോട്ട് ചോദിക്കാൻ അത്ര സുഖകരമായിട്ട് തോന്നുന്നില്ല. For 35 years I have been asking for votes for everybody else. കഴിഞ്ഞ 35 വർഷങ്ങളായി മറ്റെല്ലാവർക്കും വേണ്ടി ഞാൻ വോട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. So it feels very strange to ask for myself. എനിക്ക് വേണ്ടി വോട്ട് ചോദിക്കുക എന്ന് പറയുന്നത് എനിക്ക് വളരെ വിചിത്രമായിട്ട് ഒരു അസ്വസ്ഥത ഉണ്ടാക്കുന്ന I കാര്യം. know all my sisters sitting here understand what I'm saying. കാരണം ഇവിടെയുള്ള അവിടെ ഇരിക്കുന്ന എൻ്റെ സഹോദരിമാർക്കെല്ലാം ഞാൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലാകുമെന്ന് എനിക്കറിയാം. But anyway, I've been traveling around Wayanad and listening to people, trying to understand what your issues are. ഞാൻ വയനാട്ടിലൊക്കെ യാത്ര ചെയ്യായിരുന്നു. ഞാൻ ഒരുപാട് പേരെ കണ്ടു, ആളുകളോട് സംസാരിച്ചു. നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. And many things have come up. പല കാര്യങ്ങൾ ആ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. The first and most important thing is the medical college in Mananthavadi. മാനന്തവാടിയിൽ നിങ്ങൾക്ക് വേണ്ട മെഡിക്കൽ കോളേജാണ് ഇവിടുത്തെ ജനങ്ങളോട് സംസാരിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായി എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. Today I stopped and started talking to some timber laborers. ഞാൻ ഇന്ന് വഴിയിൽ വരുമ്പോൾ തടിപ്പണി ചെയ്യുന്ന കുറച്ചു പേരോട്, തൊഴിലാളികളോട് ഞാൻ സംസാരിക്കുകയായിരുന്നു. And I asked them, what is your biggest problem? ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? I thought they'll tell me that maybe their wages are not enough, maybe they have some other difficulty. ഞാൻ വിചാരിച്ചു അവരുടെ ശമ്പളം കുറവായിരിക്കും, അവർക്ക് വേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും, അങ്ങനെയൊക്കെയാണ് ഞാൻ കരുതിയത്. But immediately they said to me, we want a medical college in Mananthavadi. പക്ഷെ അവരെന്നോട് പെട്ടെന്ന് പറഞ്ഞ എന്താണെന്നറിയോ, ഞങ്ങൾക്ക് മാനന്തവാടിയിൽ ഒരു മെഡിക്കൽ കോളേജ് വേണം. അതാണ് അവർ എന്നോട് പറഞ്ഞത്. Also today I met the widow of a man who had been trampled by an elephant. കാട്ടാനയാൽ കൊല്ലപ്പെട്ട മനുഷ്യന്റെ വിധവയായ ആ സ്ത്രീയെ ഞാൻ ഇന്ന് കണ്ടു. Her 17-year-old daughter held my hand and she said that when I was taking my father to the hospital, we reached the hospital and they referred us to Kozhikode. അദ്ദേഹത്തിന്റെ 17 വയസ്സ് പ്രായമുള്ള മകൾ എൻ്റെ കൈ പിടിച്ചു പറഞ്ഞു, എൻ്റെ അച്ഛനെയും കൊണ്ട് ഞങ്ങൾ ആശുപത്രിയിൽ പോയപ്പം അവര് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ ഞങ്ങളോട് പറഞ്ഞു. But by the time we reached there, he had passed away. ഞങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എത്തിയ സമയത്തേക്ക് എൻ്റെ അച്ഛൻ മരിച്ചുപോയി. Before I came to Wayanad, one of my old friends, who is a sister like you in the Missionaries of Charity, she rang me up and she said, Priyanka, I am from Wayanad and I want only one promise from you. ഞാൻ ഇവിടോട്ട് വരുന്നതിന് മുമ്പ് എൻ്റെ സുഹൃത്തുക്കളായ സിസ്റ്റേഴ്സിനെ പോലെ എൻ്റെ സുഹൃത്തുക്കളായ മിഷണറീസ് ഓഫ് ചാരിറ്റിയിൽ പ്രവർത്തിക്കുന്ന എൻ്റെ ആ സിസ്റ്റർ എന്നെ വിളിച്ചു. I said, tell me sister. ഞാൻ വയനാട് മാനന്തവാടിയിൽ നിന്നാണ്. പ്രിയങ്ക, എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. അപ്പോൾ ഞാൻ സിസ്റ്ററിനോട് പറഞ്ഞു, സിസ്റ്റർ എന്നോട് പറയൂ, എന്താണ് കാര്യമെന്ന് പറയൂ. And she said, you know Priyanka, my mother died when she was 29 years old. എന്നോട് പറഞ്ഞത്, എൻ്റെ അമ്മ എനിക്ക് 29 വയസ്സുള്ളപ്പോഴാണ് മരിച്ചത്. I had taken her to the hospital, the district hospital there, and there were no facilities to cure her. ഞാൻ അമ്മയെ ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പക്ഷെ അമ്മയ്ക്ക് ചികിത്സ ലഭിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ, സൗകര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ല. She said, I was not able to see her even properly before she died. എൻ്റെ അമ്മ മരിക്കുന്നതിന് മുമ്പ് എൻ്റെ അമ്മയെ എനിക്ക് നേരെ ഒന്ന് കാണാൻ പോലും പറ്റിയില്ല. So she said, I want only one promise from you, that you will work hard to get this medical college done. ആ സിസ്റ്റർ എന്നോട് പറഞ്ഞു, എനിക്ക് പ്രിയങ്ക നിങ്ങളിൽ നിന്ന് ഒരേ ഒരു വാക്ക് മതി. നിങ്ങൾ ഈ വയനാട്ടിൽ മെഡിക്കൽ കോളേജ് ഉണ്ടാക്കുന്നതിന് വേണ്ടി എത്ര കഠിനമായി പ്രവർത്തിക്കാമോ അത്ര കഠിനമായി പ്രവർത്തിക്കുമെന്ന ഒരേ ഒരു വാക്ക് എനിക്ക് വേണം. So I know what an important issue it is for you. നിങ്ങൾക്കിത് എത്രമാത്രം പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണെന്ന് എനിക്കറിയാം. And it's truly a shame. ശരിക്കും അതൊരു തീർത്തും ഒരു ലജ്ജാപരമായ കാര്യമാണ്. That in this day and age,
ഈ കാലഘട്ടത്തിൽ you are being made to beg for healthcare facilities. ആരോഗ്യ സംവിധാനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ യാചിക്കേണ്ടി വരിക ഇന്നത്തെ കാലത്ത് എന്ന് പറയുന്നത് തീർത്തും ലജ്ജാകരമായ ഒരു കാര്യമാണ്. These facilities are your right. ഈ സൗകര്യങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളുടെ അവകാശമാണ്. My tribal brothers and sisters over here, ഇവിടെയുള്ള എൻ്റെ ആദിവാസി സമൂഹത്തിൽപ്പെട്ട സഹോദരി സഹോദരന്മാരെ, who have no access to good education, അവർക്ക് മെച്ചപ്പെട്ട വിദ്യാഭ്യാസത്തിനുള്ള ഒരു പ്രവേശനം ലഭ്യമാകുന്നില്ല. because there aren't enough institutions for higher education here. കാരണം ഉന്നത വിദ്യാഭ്യാസത്തിന് ആവശ്യമായ സ്ഥാപനങ്ങൾ ഇവിടെ ഇല്ല. They should not be begging for educational institutions. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വേണ്ടി നമ്മുടെ ആദിവാസി സഹോദരി സഹോദരന്മാർ യാചിക്കേണ്ട അവസ്ഥ ഒരിക്കലും ഉണ്ടാവരുത്. They should not be worrying that their children have to walk 25 kilometers or move 25 kilometers to go to a school. ഒരു സ്കൂളിൽ പോകാൻ വേണ്ടി തങ്ങളുടെ കുട്ടികളെ 25 കിലോമീറ്റർ നടക്കുകയോ യാത്ര ചെയ്യുകയോ വേണ്ടിവരും എന്ന് ചിന്തിക്കേണ്ട ഒരു അവസ്ഥ സാഹചര്യം അവർക്ക് ഉണ്ടാകരുത്. They should not be worried about where they're going to get drinking water from. എവിടെ നിന്നാണ് ഞങ്ങൾക്ക് കുടിവെള്ളം കിട്ടുക എന്ന് ആലോചിച്ച് അവർക്ക് വിഷമിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവരുത്. These are their rights. These are your rights. This is the very least that governments can do to you, for you. ഇത് നിങ്ങളുടെ അവകാശങ്ങളാണ്. ഒരു ഗവൺമെന്റിന് നിങ്ങൾക്ക് വേണ്ടി അടിസ്ഥാനപരമായി ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. And yet you are facing this situation. എന്നിട്ടും നിങ്ങൾ ഇന്ന് ഈ സാഹചര്യം നേരിടുകയാണ്. Where Wayanad has so much potential. വയനാടിന് അപാരമായ സാധ്യതകളും കഴിവുമാണുള്ളത്. Look at the crops you grow. നിങ്ങൾ കൃഷി ചെയ്യുന്ന വിളകളൊന്ന് നിങ്ങൾ അതിനെപ്പറ്റി ഒന്ന് ആലോചിച്ച് നോക്കൂ. Tea, coffee, spices, banana, areca. തേയിലയുണ്ട്, കാപ്പിയുണ്ട്, സുഗന്ധദ്രവ്യങ്ങളുണ്ട്, വാഴ കൃഷി നടത്തുന്നു, അതുപോലെ അടയ്ക്ക കൃഷി നടത്തുന്നു. And farmers are suffering. എന്നിട്ടും ഇവിടുത്തെ കർഷകർ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. They are unable to repay the loans they take. അവരെടുത്ത കടങ്ങൾ അവർക്ക് തിരിച്ചടയ്ക്കാൻ സാധിക്കുന്നില്ല. They have to take loans because they have no support. അവർക്കൊരു പിന്തുണയും ഇല്ലാത്തത് കൊണ്ട് അവർക്ക് കടം വാങ്ങേണ്ടി വരികയാണ്, വായ്പ എടുക്കേണ്ടി വരികയാണ്. When the rains come or the floods come, your crops are washed away. You don't get compensation from the government. മഴ വരുമ്പോൾ വെള്ളപ്പൊക്കം വരുമ്പോൾ നിങ്ങൾക്ക് വിളനാശം സംഭവിക്കുകയാണ്. പക്ഷെ നിങ്ങൾക്ക് ഗവൺമെന്റിൽ നിന്ന് മതിയായ നഷ്ടപരിഹാരം കിട്ടുന്നില്ല. You saw in the landslides a few months ago what happened. നിങ്ങൾക്കറിയാം, കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ നടന്ന മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലിലും എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾ കണ്ടു. My brother and I have traveled across the country. We have been to many places where huge tragedies have happened. വലിയ ദുരന്തങ്ങളുള്ള രാജ്യത്തെ പല ഭാഗങ്ങൾ ഞാനും എൻ്റെ സഹോദരനും ഒരുമിച്ച് സന്ദർശിച്ചിട്ടുണ്ട്. But I remember that day when we came here, we were both going back. We were both very quiet. ഞാൻ ഓർക്കുകയാണ്, അന്ന് ഈ ദുരന്ത ബാധിത പ്രദേശം സന്ദർശിച്ച് ഞങ്ങൾ രണ്ടുപേരും ഇവിടെ വന്നു. തിരിച്ചുപോയ സമയത്ത്, വീട്ടിലേക്ക് തിരിച്ചുപോയ സമയത്ത് ഞങ്ങൾ രണ്ടുപേരും നിശബ്ദരായിരിക്കുകയായിരുന്നു. Because we met children who had lost their entire families. കാരണം മുഴുവൻ കുടുംബാംഗങ്ങളെയും നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളെ കണ്ടിട്ടാണ് ഞങ്ങൾ അന്ന് തിരിച്ചുപോയത്. A 16-year-old boy who had clung on to his mother for hours trying to save her from the waters and then had to let her go because he couldn't hold her any longer. സ്വന്തം അമ്മയെ വെള്ളത്തിൽ നിന്ന്, ആ വെള്ളപ്പാച്ചിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി അമ്മയെ മണിക്കൂറുകൾ ചേർത്ത് പിടിച്ചിട്ട് അവസാനം അമ്മയെ രക്ഷിക്കാൻ പറ്റാതെ വിട്ട് കളയേണ്ടി വന്ന ഒരു 16 വയസ്സ് പ്രായമുള്ള ആൺകുട്ടിയെ ഞങ്ങൾ കണ്ടു. A girl the age of my own daughter who had lost every single member of her family, every single one. സ്വന്തം കുടുംബത്തിലെ എല്ലാവരെയും നഷ്ടപ്പെട്ട എൻ്റെ മകളുടെ പ്രായമുള്ള ഒരു പെൺകുട്ടിയെ ഞങ്ങൾ കണ്ടു. Old ladies who had nobody to look after them. ആരും നോക്കാനില്ലാതെ ഒറ്റപ്പെട്ടു പോയ പ്രായമായ സ്ത്രീകളെ അന്ന് അവിടെ കണ്ടു. People who had lost their entire livelihood, their homes, everything. സ്വന്തം മുഴുവൻ ജീവനോപാധികളും വീടുകളും എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യരെയാണ് അന്ന് ഞങ്ങൾ കണ്ടത്. And yet, despite all the national leaders, the Prime Minister coming here and meeting them, listening to their problems, seeing the devastation with his own eyes, until today he has not sent the funds for their compensation. ദേശീയ നേതാക്കൾ, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കൾ ഇവിടെ വന്ന് അവരോട് സംസാരിച്ച് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ച് സ്വന്തം കണ്ണുകൾ കൊണ്ട് അത്ര വലിയൊരു നാശം കണ്ടിട്ട് ഇന്നേ ദിവസം ഇതുവരെ അവർക്ക് വേണ്ട നഷ്ടപരിഹാരം നൽകാൻ തയ്യാറായിട്ടില്ല. So what is happening here? എന്താണ് ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? Have you thought about it? നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? Something is wrong with the politics that you are seeing in our country. നിങ്ങൾ നമ്മുടെ രാജ്യത്ത് കാണുന്ന രാഷ്ട്രീയത്തിൽ എന്തോ ഒന്ന് തെറ്റായി സംഭവിക്കുന്നുണ്ടെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? Its entire objective,
The entire objective of the BJP and those who are in power today is to remain in power by any means. ബിജെപിയുടെയും ഇന്ന് അധികാരത്തിലിരിക്കുന്നവരുടെയും മുഴുവൻ ലക്ഷ്യം എന്ന് പറയുന്നത് ഏതു വിധേനയും അധികാരത്തിൽ തുടരുക എന്നത് മാത്രമാണ്. They see you as tools, not as people. അവര് നിങ്ങളെ, ഈ രാജ്യത്തെ ജനങ്ങളെ കാണുന്നത് ഉപകരണങ്ങളായിട്ടാണ്, ജനങ്ങളായിട്ടല്ല. How can they spread anger? How can they spread fear amongst you, make you fight and benefit from that? എങ്ങനെയാണ് നിങ്ങളുടെ ഇടയിൽ ദ്വേഷവും വിദ്വേഷവും ഭയവും പരത്തി അതിൽ നിന്ന് ഗുണമുണ്ടാക്കാൻ അവർക്ക് സാധിക്കുന്നത്? How can they sow seeds between you of mistrust so that they can benefit out of that? നിങ്ങളുടെ ഇടയിൽ അവിശ്വാസത്തിന്റെ വിത്തുകൾ വിതച്ചിട്ട് അവർക്ക് ഗുണമുണ്ടാക്കാൻ അവർക്ക് എങ്ങനെയാണ് സാധിക്കുക? So that whenever elections come, nobody talks about your real problems. എന്താണെന്ന് വെച്ചാൽ എപ്പോ തെരഞ്ഞെടുപ്പ് വരുന്നോ അപ്പോ ഈ നാട്ടിലെ ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങളെ കുറിച്ച് ആരും സംസാരിക്കുന്നില്ല. Nobody answers your real questions. നിങ്ങളുടെ യഥാർത്ഥ ചോദ്യങ്ങൾക്ക് ആരും ഉത്തരം നൽകുന്നില്ല. Why are the young people here fully educated but not able to find jobs anywhere? എന്തുകൊണ്ടാണ് ഇവിടെ അധികം വിദ്യാഭ്യാസം കിട്ടിയിട്ടുള്ള ചെറുപ്പക്കാർക്ക് വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും ജോലി കിട്ടാൻ സാധിക്കാത്തത്? Why are prices so high that my sisters cannot afford to buy anything no matter how many members of the family are earning? ഒരു കുടുംബത്തിലെ എത്ര ആളുകൾ ജോലി ചെയ്താലും സാധനങ്ങളൊന്നും വാങ്ങിക്കാൻ പറ്റാത്ത വിധത്തിൽ എന്റെ സഹോദരിമാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന വിധത്തിൽ എന്തുകൊണ്ടാണ് ഇവിടെ ഇത്ര വിലക്കയറ്റം ഉണ്ടാകുന്നത്? Why during election time, during times that matter, when your vote matters, are these issues not addressed? എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് സമയത്ത് നിങ്ങളുടെ വോട്ടിന് പ്രാധാന്യമുള്ളപ്പോ ഇതുപോലെയുള്ള പ്രശ്നങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാത്തത്? എന്തുകൊണ്ടാണ്? And why isn't the government working for you? എന്തുകൊണ്ടാണ് ഗവൺമെന്റുകൾ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാത്തത്? Why are farmers not supported when they can't repay their loans? But the biggest businessmen in the country are given 16 lakh crores of loan waivers. തങ്ങളുടെ കടങ്ങൾ തിരിച്ചടയ്ക്കാൻ സാധിക്കാത്തപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ കർഷകർക്ക് പിന്തുണ കിട്ടാത്തത്? പക്ഷേ ഈ രാജ്യത്തെ അതിസമ്പന്നരായ വ്യവസായികളുടെ 16 ലക്ഷം കോടി വരുന്ന കടങ്ങൾ എഴുതി തള്ളുകയാണ് ഉണ്ടായത്. Because those in power have forgotten the people who put them in power. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അധികാരത്തിലിരിക്കുന്നവർ അവർക്ക് അധികാരം നൽകിയ, അവരെ അധികാരത്തിൽ എത്തിച്ച ജനങ്ങളെ മറന്നിരിക്കുന്നു. അതുകൊണ്ടാണ് ഇതിവിടെ സംഭവിക്കുന്നത്. So it's very, very important for you to understand today and to realize the power of your vote. അതുകൊണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ കാലഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ വോട്ടിന്റെ ശക്തി എത്രമാത്രം മനസ്സിലാക്കേണ്ടതെന്നും തിരിച്ചറിയേണ്ടതും അത്യാവശ്യമാണ്. You have to redirect the politics of this country. ഈ രാജ്യത്തിന്റെ രാഷ്ട്രീയത്തിന്റെ ദിശ നിങ്ങൾക്ക് തിരിച്ചുവിടേണ്ടിയിരിക്കുന്നു. You have to show the BJP what matters to you, what is important to you. നിങ്ങൾക്ക് ബിജെപിക്ക് കാണിച്ചു കൊടുക്കണം നിങ്ങൾക്ക് പ്രധാനപ്പെട്ടത് എന്താണ്, നിങ്ങൾക്ക് പ്രധാനപ്പെട്ടത് എന്താണെന്ന് ബിജെപി നിങ്ങൾ കാണിച്ചു കൊടുക്കണം. And remind them of what our country's foundation is. ഈ രാജ്യത്തിന്റെ അടിത്തറ എന്താണെന്ന് ബിജെപിയെ നിങ്ങൾ ഓർമ്മിപ്പിച്ചു കൊടുക്കണം. All these problems you are facing, all of them, every single one of them can be addressed. And if we all work together, we can find resolutions to them. നിങ്ങൾ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളും, ഈ പ്രശ്നങ്ങളെല്ലാം നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. നമ്മൾ ഒരുമിച്ച് പ്രവർത്തിച്ചാൽ ഈ പ്രശ്നങ്ങൾക്കൊക്കെ കൃത്യമായ പരിഹാരം നമുക്ക് കണ്ടെത്താൻ കഴിയും. And that is what politics should be about. രാഷ്ട്രീയം എന്ന് പറയുന്നത് അതായിരിക്കണം, അതിനെക്കുറിച്ചുള്ളതായിരിക്കണം രാഷ്ട്രീയം. You have a very important and special relationship with my brother. നിങ്ങൾക്ക് എൻ്റെ സഹോദരനുമായിട്ട് വളരെ പ്രധാനപ്പെട്ട, വളരെ സവിശേഷമായ, പ്രത്യേകമായ ഒരു ബന്ധമുണ്ട്. It's a rare relationship. അത് അപൂർവമായ ഒരു ബന്ധമാണ്. Where there is honesty on both sides, love on both sides, respect on both sides. രണ്ട് വശത്തും നിങ്ങൾക്കും എൻ്റെ സഹോദരനും സ്നേഹമുണ്ട്, സത്യസന്ധതയുണ്ട്, ബഹുമാനമുണ്ട്. അങ്ങനെയുള്ള ഒരു അപൂർവമായ ബന്ധമാണത്. But it should not be rare. It should be the relationship between every leader and all the people of India, between all the people you choose to represent you and you. പക്ഷേ അതൊരു അപൂർവമായ ബന്ധമാകരുത്. അത് നിങ്ങളും നിങ്ങളെ തെരഞ്ഞെടുക്കുന്ന ഏത് ജനപ്രതിനിധിയും, നിങ്ങൾ തെരഞ്ഞെടുക്കുന്ന ഏത് ജനപ്രതിനിധിയും, നിങ്ങളുടെ ഏത് രാഷ്ട്രീയ നേതാവും ജനങ്ങളും തമ്മിലുള്ള ബന്ധം അത്തരത്തിലുള്ള ഒരു ബന്ധമാകണം. I know that he has worked very hard for you.
എനിക്കറിയാം എൻ്റെ സഹോദരൻ നിങ്ങൾക്ക് വേണ്ടി കഠിനമായി അധ്വാനിച്ചിട്ടുണ്ട്. It is because of his efforts that the status of the hospital has also changed to medical college, although the facilities still haven't come. മെഡിക്കൽ കോളേജിന്റെ സൗകര്യങ്ങൾ ഒന്നും വന്നില്ലെങ്കിലും എൻ്റെ സഹോദരൻ കഠിനമായി പരിശ്രമിച്ചത് കൊണ്ടാണ് അവിടെ മെഡിക്കൽ കോളേജ് എന്നൊരു ബോർഡെങ്കിലും വന്ന് അതിൻ്റെ ആ പദവി മാറിയതെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. He has tried to reach out in tribal areas with healthcare vans for primary healthcare. ആരോഗ്യ സംരക്ഷണത്തിനും പ്രാഥമിക ആരോഗ്യ സംവിധാനങ്ങൾക്കും വേണ്ടിയുള്ള വാനുകൾ അദ്ദേഹം ആദിവാസി മേഖലകളിൽ ആരംഭിച്ചിട്ടുണ്ട്. Provided for buses for ambulances. ബസ്സുകളും ആംബുലൻസ് സേവനങ്ങളും അദ്ദേഹം ആരംഭിച്ചിട്ടുണ്ട്. Smart Anganwadis and many other things. സ്മാർട്ട് അംഗൻവാടിയും അതുപോലെ മറ്റു കാര്യങ്ങളും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. I know that you need the establishment here of a mini civil station. നിങ്ങൾക്ക് ഇവിടെ ഒരു മിനി സിവിൽ സ്റ്റേഷൻ വേണമെന്നുള്ള ആവശ്യമുണ്ടെന്ന് എനിക്കറിയാം. For the main government services that you could be getting. നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ഗവൺമെന്റ് സേവനങ്ങൾ ലഭ്യമാകുന്നതിന് ഒരു മിനി സ്റ്റേഷൻ ആവശ്യമുണ്ടെന്ന് എനിക്കറിയാം. That the plantation laborers over here who have migrated from Karnataka and Tamil Nadu are facing challenges in obtaining their documents. അതായത് കർണാടകത്തിൽ നിന്ന് തമിഴ്നാടുകളിലും ഇവിടെ കുടിയേറ്റ പ്ലാന്റേഷൻ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് അവരുടെ രേഖകൾ കിട്ടുന്നതിന് ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്കറിയാം. And then many people are facing problems in getting their land papers as well. നിങ്ങളുടെ ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട രേഖകൾ കിട്ടുന്നതിന് ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടുകളും വെല്ലുവിളികളും ഉണ്ടെന്ന് എനിക്കറിയാം. And this is something that would be important for this area. ഇത് ഈ ഏരിയയ്ക്ക് ഈ പ്രദേശത്തിന് പ്രധാനപ്പെട്ടതാണെന്ന് എനിക്കറിയാം. So I think these are all things that we need to work together to achieve. ഇതെല്ലാം കിട്ടുന്നതിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. To fight for those things which the issues that you are facing, like the medical college, the night ban, the traffic ban, that you cannot travel during the night through the jungle. നിങ്ങളുടെ മെഡിക്കൽ കോളേജ് അതുപോലെ തന്നെ രാത്രിയിൽ നിങ്ങൾക്ക് രാത്രി യാത്രാ നിരോധനമുണ്ട്. ഇതെല്ലാം നമ്മൾ ഒരുമിച്ച് ചേർന്ന് പരിശ്രമിച്ച് പരിഹാരം കണ്ടെത്തേണ്ട പ്രശ്നങ്ങളാണ്. Healthcare and education issues. അതുപോലെ തന്നെ ആരോഗ്യ സംവിധാനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഇതും നമുക്ക് പരിഹരിക്കേണ്ടതാണ്. And at the same time we need a plan for the future also. അത് മാത്രമല്ല അതേ സമയം തന്നെ നമുക്ക് ഭാവിക്ക് വേണ്ടി, നിങ്ങളുടെ ഭാവിക്ക് വേണ്ടി ഒരു പദ്ധതി ഉണ്ടാവണം. Strengthening farming, food processing, the marketing of your products. കാർഷിക വൃത്തിയെ, കൃഷി മേഖലയെ നമുക്ക് ശക്തിപ്പെടുത്തണം. ഇവിടെ ഭക്ഷ്യ സംസ്കരണ പദ്ധതികൾ ഉണ്ടാകണം. അതുപോലെ നിങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ കൂടുതലായി മാർക്കറ്റിൽ, വിപണിയിൽ എത്തിക്കണം. Doing a lot to boost tourism here. അതുപോലെ തന്നെ നമുക്ക് ഇവിടുത്തെ വിനോദസഞ്ചാര മേഖലയെ ശക്തിപ്പെടുത്താൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. Because with your natural resources there is endless potential. കാരണം നിങ്ങൾക്ക് ഇത്രയും പ്രകൃതി സൗന്ദര്യങ്ങൾ, പ്രകൃതി വിഭവങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അനന്തമായ സാധ്യതകൾ, അവസാനമില്ലാത്ത സാധ്യതകളാണ് വയനാടിനുള്ളത്. So I just want to say that this is a new journey for me. ഞാൻ ഒന്ന് മാത്രം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതിയ യാത്രയാണ്. I am just beginning to understand what your issues are. നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി തുടങ്ങുന്നതേ ഉള്ളൂ. I want to reach out to as many of you as I can. നിങ്ങളുടെ ഏറ്റവും വയനാട്ടിലെ എനിക്ക് കഴിയാവുന്ന രീതിയിൽ നിങ്ങളുടെ അടുത്തേക്ക് വന്ന് നിങ്ങളുടെ അടുക്കലേക്ക് എത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. To come to your homes, to understand what is really upsetting you, what are the issues that you are facing, how we can resolve them. നിങ്ങളുടെ വീടുകളിൽ വരണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നിങ്ങളുടെ വീടുകളിൽ വന്ന് നിങ്ങളോട് സംസാരിച്ച് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അത് പരിഹരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലാക്കണം എനിക്ക്. And if you give me the chance to fight for you in parliament, to represent you, to voice your concerns, I can tell you, or you can ask my brother and my husband, I am a solid fighter. നിങ്ങളെ പ്രതിനിധാനം ചെയ്യാനുള്ള ഒരു അവസരം, നിങ്ങളുടെ പ്രതിനിധിയായി ഇന്ത്യൻ പാർലമെന്റിൽ പോകാനുള്ള ഒരു അവസരം നൽകുകയാണെങ്കിൽ എനിക്ക് ഉറപ്പുണ്ട് ഇന്ത്യൻ പാർലമെന്റിലും മറ്റെല്ലാ വേദികളിലും നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ശബ്ദം ഉയർത്താൻ ഞാനുണ്ടാവും. നിങ്ങൾക്ക് എൻ്റെ സഹോദരനോടോ എൻ്റെ ഹസ്ബൻഡിനോടോ ചോദിക്കാം, ഞാനൊരു ശക്തയായ പോരാളിയാണെന്ന് അവർ നിങ്ങളോട് പറയും. And I don't back down when I'm in a good fight. ഞാൻ ഒരു നല്ല യുദ്ധം നടത്തുമ്പോൾ എന്ത് വന്നാലും ഞാൻ ആ യുദ്ധത്തിൽ നിന്ന് പിന്മാറാത്ത ആളാണ്. So I can tell you one thing, and it is a promise, I will not let you down. എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാൻ സാധിക്കും, അത് ഞാൻ നിങ്ങൾക്ക് നൽകുന്ന വാഗ്ദാനമാണ്, എൻ്റെ വാക്കാണ്. ഒരിക്കലും ഞാൻ നിങ്ങളെ നിരാശപ്പെടുത്തില്ല. I will fight for you in parliament.
I will fight for you on every platform possible. If I have to fight on the streets, I will fight on the streets for you as well. നിങ്ങൾക്ക് വേണ്ടി ഇന്ത്യൻ പാർലമെന്റിൽ മാത്രമല്ല സാധ്യമായ എല്ലാ വേദികളിലും പോരാടും. നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി തെരുവിൽ ഇറങ്ങേണ്ടി വന്നാൽ നിങ്ങൾക്ക് വേണ്ടി തെരുവിൽ ഇറങ്ങാനും തയ്യാറാണെന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്. I want to see Wayanad rise to its full potential. വയനാട് അതിന്റെ എല്ലാ സാധ്യതകളുമായി മികച്ചതായി മുൻപോട്ട് വരുന്നത് എനിക്ക് കാണണം. I want everybody in the world to see what a beautiful place this is. ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരും എത്ര മനോഹരമായ ഒരു പ്രദേശമാണ് വയനാട് എന്ന് കാണുന്നത് എനിക്ക് കാണണം. I want the crops you produce to be exported all over. നിങ്ങൾ ഉണ്ടാക്കുന്ന വിളകൾ ഈ ലോകം മുഴുവൻ കയറ്റുമതി ചെയ്യുന്നത് എനിക്ക് കാണണം. Or then for people to see, when they see that this is coffee from Wayanad or this is cinnamon from Wayanad, they should immediately know just by the name Wayanad that it's the best in the world. അത് മാത്രമല്ല, നിങ്ങൾ ഒരു പാക്കറ്റിൽ ഇത് വയനാട്ടിലെ കാപ്പിയാണ്, വയനാട്ടിലെ കറുവപ്പട്ടയാണെന്നൊക്കെ കാണുമ്പോൾ അവരത് കണ്ടു തന്നെ വയനാടെന്ന് കണ്ടു തന്നെ പറയണം. ഇത് ലോകത്തിലെ ഏറ്റവും മികച്ചതാണെന്ന് അവർ പറയണം. അതെനിക്ക് കാണണം. Because this is a beautiful place. കാരണം ഇത് മനോഹരമായ ഒരു പ്രദേശമാണ്. And you are beautiful people. അത് മാത്രമല്ല, മനോഹരമായ ഒരു പ്രദേശമല്ല, മനോഹരമായ മനുഷ്യർ കൂടെയാണ് നിങ്ങൾ. And your spirit shines a light on this whole country. അത് മാത്രമല്ല, വയനാട്ടിലെ ജനങ്ങളുടെ ചൈതന്യം എന്ന് പറയുന്നത് ഈ രാജ്യം മുഴുവൻ തിളങ്ങി നിൽക്കുന്ന ഒന്നാണ്. You are an example of all that is beautiful about India. ഇന്ത്യയിൽ എന്തൊക്കെയാണോ, ഇന്ത്യ എന്ന രാജ്യത്ത് എന്തൊക്കെ മനോഹരമായിട്ടുണ്ടോ അതിന്റെ എല്ലാം ഉദാഹരണങ്ങളാണ് ഇവിടുത്തെ ജനങ്ങളായ നിങ്ങൾ. So thank you very much for listening to me എന്നെ and for standing here in the dark and waiting for me. നിങ്ങൾ ഈ ഇരുട്ടത്ത് നിന്ന് എന്നെ കാത്തു നിന്നതിനും എന്നെ ശ്രദ്ധിച്ച് കേട്ടതിനും ഞാൻ നിങ്ങളോട് Especially my sisters, I know you must be having to go home and get food ready and everything. പ്രത്യേകിച്ച് എൻ്റെ സഹോദരിമാരെ, എനിക്കറിയാം നിങ്ങൾക്ക് വീട്ടിൽ തിരിച്ചു പോയി രാത്രി ഭക്ഷണം പാകം ചെയ്യേണ്ടതൊക്കെ ഉണ്ട്. എന്നിട്ട് നിങ്ങൾ ഇവിടെ വന്നു and see what the children are doing. അതുപോലെ നിങ്ങൾക്ക് വീട്ടിൽ പോയി കുട്ടികൾ എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് നോക്കണം. So thank you for waiting for me and I will come back and see you very soon. എനിക്ക് വേണ്ടി കാത്തിരുന്നതിന് നന്ദി. ഞാൻ വേഗം വീണ്ടും വന്ന് നിങ്ങളെ കാണാം. Thank you. നന്ദി.